കർത്താവിൻ്റെ തന്നെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുതമ്പുരാൻ പിറവിക്കുരുടനെ സൗഖ്യമാക്കുന്ന സംഭവം. വിശുദ്ധ വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 9:1-41. ചില ക്രിയകൾ ചെയ്തിട്ട് ക്രിസ്തു പിറവിക്കുരുടനോട് പറഞ്ഞു, ഷീലോഹാം കുളത്തിൽ പോയി കഴുകുവാൻ. കുളത്തിൽ പോയി കഴുകി വന്നപ്പോൾ അവന് കാഴ്ച ലഭിച്ചു. കൃപയും കരുണയും ഒരു വശത്തും നിയമം മറ്റൊരു വശത്തുമായിട്ടുള്ള ഒരു പോരാട്ടം ഈ വേദഭാഗത്ത് കാണാം. പരീശന്മാർ പറയുന്നത് മോശ ഞങ്ങൾക്ക് പ്രവാചകനായിട്ടുണ്ട് എന്നാണ്. എന്നാൽ മോശയേക്കാൾ വലിയവനായ യേശുവിനെ മനസ്സിലാക്കുവാനുള്ള കാഴ്ച ചില പരീശന്മാർക്ക് ഇല്ലാതെ പോയി. യോഹന്നാന്റെ സുവിശേഷത്തിലെ താക്കോൽ വാക്കുകളിൽ 2 താക്കോൽ വാക്കുകൾ ഈ ഭാഗത്തുണ്ട്. 1 വെളിച്ചം, 2 ന്യായവിധി. യോഹന്നാന്റെ സുവിശേഷം 9:5 യേശു പറയുന്നു, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന്. യോഹന്നാൻ 8:12 ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. യേശു ജീവനാകുന്നു, യേശു വെളിച്ചമാകുന്നു. ജീവനാകുന്ന യേശുവാണ് മനുഷ്യരുടെ വെളിച്ചം. യോഹന്നാൻ 1:4 ഏതു മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് യേശു. യോഹന്നാൻ 1:9 എന്താണ് വെളിച്ചത്തിൻ്റെ പ്രത്യേകത? ലൈറ്റ് ഷൈൻസ് ഇൻ ദി ഡാർക്ക്നെസ്. പാപത്തിൻ്റെ അന്ധതയിൽ നിന്നും ആത്മീയ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ക്രിസ്തുവാണ്. അന്ധത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുണ്ട ചിന്തയാണ്. മനുഷ്യൻ്റെ മനസ്സിലെ ഇരുണ്ട ചിന്തകളെ ഇല്ലാതാക്കുന്നത് ക്രിസ്തുവിൻ്റെ വെളിച്ചമാണ്. അലസത, അസൂയ, അഹങ്കാരം തുടങ്ങിയ ദുർഭൂതങ്ങളുടെ പിടിയിൽപ്പെട്ട് അന്ധമായിരിക്കുന്ന ആത്മാവിനെ പ്രകാശനമാക്കുന്നത് ക്രിസ്തുവിൻ്റെ വെളിച്ചമാണ്. നത്തിങ് ക്യാൻ നൊറിഷ് ദി സോൾ ബട്ട് ലൈറ്റ്. ജലാലുദ്ദീൻ റൂമി. അന്ധത എന്നതിന് അറിവില്ലാത്തവൻ, മൂഢൻ എന്ന അർത്ഥങ്ങളുമുണ്ട്. ആത്മീയ അന്ധത മനുഷ്യനെ അറിവില്ലാത്തവനും മൂഢനും ദൂരക്കാഴ്ചയില്ലാത്തവനുമാക്കും. പാപത്തിൻ്റെ മരണകരമായ വശം സ്വന്തം പാപത്തെ കാണുവാൻ കഴിവില്ലാതാക്കുന്നു എന്നതാണ്. ദൈവമേ, സ്വന്തം പാപം കാണുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് വിശുദ്ധ അപ്രയും പ്രാർത്ഥിക്കുന്നുണ്ട്. ബിഷപ്പ് വില്യം ടെമ്പിൾ പറയുന്നത്, പാപം നമുക്ക് കാണാൻ കഴിയാത്തത് പാപത്തിൻ്റെ നിറം ചുവപ്പല്ല, ചാരനിറം ആയതുകൊണ്ടാണെന്നാണ്. വിശുദ്ധ മത്തായി 6:22 ശരീരത്തിൻ്റെ വിളക്കാണ് കണ്ണ്. കണ്ണ് വിശുദ്ധമായാൽ മാത്രമേ ശരീരം പ്രകാശമുള്ളതായിരിക്കൂ. നമുക്കും പ്രാർത്ഥിക്കാം, പിറവിക്കുരുടന് പ്രകാശം കൊടുത്ത യേശുവേ, ആത്മാവിൻ്റെ ജനലുകളായ എൻ്റെ കണ്ണുകളെ തൊട്ട് എൻ്റെ ശരീരത്തെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. ക്രിസ്തു കണ്ണിൽ തൊടുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം: 1 കൃത്യമായ ദൈവിക ബോധം. പിറവിക്കുരുടൻ്റെ ക്രിസ്തുബോധത്തിലേക്കുള്ള വളർച്ച ക്രമേണയായിരുന്നു. ആദ്യം കുരുടൻ പറയുന്നത് യേശു എന്ന മനുഷ്യനെന്നാണ്. പിന്നീട് യേശു ഒരു പ്രവാചകനാണെന്ന് പറയുന്നു. 3-ാം പ്രാവശ്യം യേശു ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്ന് പറയുന്നു. പിന്നീട് യേശു അവനോട് ചോദിക്കുന്നു, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന്. 4-ാം തവണ അവൻ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റുപറയുന്നു. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നവർക്കോ ക്രിസ്തുവിനെ ദൈവപുത്രനെന്ന് ഏറ്റുപറയുവാൻ സാധിക്കൂ. കാഴ്ചയുള്ളവർ എന്ന് പറയുന്ന ചില പരീശന്മാർക്ക് ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അതാണ് അവരുടെ ന്യായവിധി. 2 മനുഷ്യനെ പോലെ കാണുവാൻ കഴിയുന്നു.
മർക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിൽ കുരുടനെ സൗഖ്യമാക്കുന്ന സംഭവം. യേശു കുരുടനെ തൊട്ടു. നീ എന്ത് കാണുന്നുവെന്ന് അവനോട് ചോദിച്ചു. അവൻ്റെ മറുപടി മർക്കോസ് 8:24, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങളെപ്പോലെ അത്രേ എന്ന് പറഞ്ഞു. യേശു വീണ്ടും അവൻ്റെ കണ്ണിൽ കൈവച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് സ്പഷ്ടമായി കാണാം എന്ന്. യേശുവിൻ്റെ സ്പർശം വ്യക്തമായ കാഴ്ചകൾ നൽകും. മനുഷ്യരെ മനുഷ്യരായി കാണുവാൻ കഴിയും. ചില പരീശന്മാർക്ക് പിറവിക്കുരുടനെ ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ നീ മുഴുവൻ പാപത്തിൽ ജനിച്ചവനെന്ന് പറഞ്ഞ് അവനെ പുറത്താക്കിക്കളഞ്ഞു. എന്നാൽ ക്രിസ്തു അവനെ കൈക്കൊണ്ടു. ഗുരു ശിഷ്യന്മാരോട് ചോദിച്ചു, നേരം വെളുക്കുന്നത് എപ്പോഴാണ്? ഒരു ശിഷ്യൻ പറഞ്ഞു, അങ്ങ് ദൂരെ കാണുന്ന അരയാലും പേരാലും തമ്മിൽ അരയാൽ ഏതാണ് പേരാൽ ഏതാണ് എന്ന് വ്യക്തമായി കാണാൻ എപ്പോൾ കഴിയുന്നോ അപ്പോഴാണ് നേരം വെളുക്കുന്നത്. മറ്റൊരു ശിഷ്യൻ പറഞ്ഞു, അങ്ങ് ദൂരെ കാണുന്ന കുതിരയും കഴുതയും തമ്മിൽ കുതിര ഏതാണ് കഴുത ഏതാണ് എന്ന് വ്യക്തമായി എപ്പോൾ പറയുവാൻ സാധിക്കുന്നു അപ്പോഴാണ് നേരം വെളുക്കുന്നത്. രണ്ടുത്തരങ്ങളും ഗുരുവിന് ഇഷ്ടപ്പെട്ടില്ല. ഗുരു പറഞ്ഞു, നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യൻ നിന്റെ സഹോദരനാണെന്ന് എപ്പോൾ നിനക്ക് ബോധ്യമാകുന്നു അപ്പോഴാണ് നേരം വെളുക്കുന്നത് എന്ന്. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവാകുന്ന സൂര്യൻ ഉദിച്ചെങ്കിൽ മാത്രമേ മനുഷ്യരെ മനുഷ്യരായി കാണുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ ഒന്ന് തൊടയണമേ. അങ്ങയെപ്പറ്റി കൃത്യമായ ബോധമുണ്ടാകുവാനും മനുഷ്യരെ മനുഷ്യരായി കാണുവാനുമുള്ള ആന്തരികമായ കാഴ്ച ഞങ്ങൾക്കും നൽകണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.